ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ്. ഭാഗം 2 പാഠപുസ്തകം, പുതിയ പാഠപുസ്തകം. അതിലെ 9ാമത്തെ ചാപ്റ്റർ ഭരണഘടനയ്ക്കൊരു മുഖവുര. ഇതിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് നമ്മൾ. ഇതേ പാഠത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഭരണഘടനയ്ക്കൊരു മുഖവുര. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയാണ് ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത്. രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞ നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. അതിനെ തുടർന്നുള്ളത് നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വാചകം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. ആദ്യം ഇവരിവിടെ വരുന്നത് കച്ചവടത്തിനായിട്ടാണ്. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ഇവിടുത്തെ അധികാരികളായിട്ട് മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തി. അതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു കേട്ടോ. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അല്ലാതെ ബ്രിട്ടീഷുകാർ പോയി എന്നല്ല കേട്ടോ. ഇനി ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങൾ. ഇനി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളാണ്. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ്. പിന്നെ ക്യാബിനറ്റ് മിഷൻ വരികയാണ്. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് 1946 ഭരണഘടനാ നിർമ്മാണ സഭ വന്നു. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതിനൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. എഴുതി തയ്യാറാക്കിയതിനെ ഡ്രാഫ്റ്റ് ചെയ്യണ്ടേ. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അതൊക്കെ ഇവിടുന്ന് വേണം, എല്ലാം ഇവിടെ ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അങ്ങനെ ഭരണഘടനയുടെ കരട് രൂപം എഴുതി അവർ തയ്യാറാക്കി. ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അങ്ങനെ അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ഓക്കെ, ഇനി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നുണ്ട്. ഒഫീഷ്യലി ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 ഓക്കെ, അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നുണ്ട്. അത്രയും ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിച്ച എല്ലാ പോയിന്റ്സും ഇതിൽ നിന്ന് വേണം. ഇനി ഈ പറഞ്ഞത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ വഴികൾ സൂചിപ്പിക്കുന്ന ചുമർപത്രികയിൽ നമ്മൾ എഴുതേണ്ടത്. അത് ഓർഡർ ആയിട്ടൊന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. കച്ചവടത്തിനായി വന്നവർ അധികാരികളായിട്ട് മാറി എന്നുള്ളത് ആദ്യ പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എഴുതാൻ പറയും ചിലപ്പോൾ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സ്കൂളിൽ എഴുതാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ആ ഭരണം ഏറ്റെടുത്തത് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമമാണ്, അതെഴുതുക. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന അടുത്ത പോയിന്റ്, ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വയം നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇവരാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. പിന്നെ ഇന്ത്യക്ക് പൂർണ്ണമായി സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് മിഷൻ വന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തു 1946.
അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ. ഇവരാണ് അത് എഴുതി തയ്യാറാക്കിയത് കേട്ടോ, കരട് രൂപം. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അംഗീകാരം നൽകി. നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നാം ആചരിക്കുന്നുണ്ട്. ഇനി ഒഫീഷ്യലി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 കേട്ടോ. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വരുന്നുണ്ട്. ആമുഖത്തിൽ നമുക്ക് വേണ്ടത്, ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്കോടുകൂടി. പിന്നെ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പിന്നെ ഇതിൽ പറയുന്ന ഒരു ഡേറ്റ് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇത് നമ്മൾ ആദ്യം നോക്കുക, ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നമ്മളിനി മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നോക്കാം. ഈ 6 ലക്ഷ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ആദ്യം പരമാധികാരം, അതായത് ഒരു ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം. പുറത്തെ ഒരു രാജ്യത്തെ അധികാരികളും വന്ന് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒന്നിലും ഇടപെടാൻ പാടില്ല, അതാണ് റൂള്. ഇനി സ്ഥിതി സമത്വമാണ്. എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും വരുത്തിക്കൊണ്ട് സാമൂഹിക നീതി നിലനിർത്തുന്നു. മതേതരത്വം, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, നമുക്കിവിടെ ഒരു മതം ഇല്ല, എല്ലാ മതങ്ങളെയും ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ മതങ്ങളും ഒരേപോലെയാണ് ഇന്ത്യയിൽ. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. നെക്സ്റ്റ് ജനാധിപത്യമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. ഇനി റിപ്പബ്ലിക്കാണ്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. നമുക്കിവിടെ ഇലക്ഷൻ നടക്കാറുണ്ട് അല്ലേ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. ഇനി നമുക്കുള്ളത് സവിശേഷതകളും ലക്ഷ്യങ്ങളുമാണ്. രാഷ്ട്രം പൗരർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വെക്കുന്നു. പിന്നെ ഇത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഉത്തരം മതേതരത്വം. ജനങ്ങൾ പരമാധികാരികൾ, ജനാധിപത്യം. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവൻ, റിപ്പബ്ലിക്. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം, പരമാധികാരം. അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു, സ്ഥിതി സമത്വം. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇപ്പോഴാണ് ഭരണഘടനകൾ വന്നത് എന്നുള്ളത് നമുക്കറിയാം. പണ്ട് മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. അത് ആവശ്യമാണ് അല്ലേ. ഭരണഘടന ഇല്ലാത്ത ഒരു രാജ്യത്ത് തോന്നിയ പോലെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പാടില്ലല്ലോ. നിയമങ്ങളെല്ലാം വേണമല്ലോ. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി വിലയിരുത്താം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്തായാലും ഒരു ലൈക്കിലൂടെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.